ഹലോ ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു കേന്ദ്ര സർക്കാർ ജോലിക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ്. ഇതുവരെയായിട്ട് നിങ്ങളൊരു എക്സാം പോലും എഴുതിയിട്ടില്ല. എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ജോബ്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സാലറി സ്കെയില്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അറിയാതെ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ തന്നെ കുട്ടികൾ SSC എക്സാമിന് വേണ്ടിയിട്ട് 10th കഴിഞ്ഞ് 12th കഴിയുമ്പോഴത്തേക്ക് അവർ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മളുടെ കേരളത്തിൽ ഒരുപാട് പേര് ഇതിനെക്കുറിച്ചുള്ള അവസരങ്ങളെ കുറിച്ച് അറിയാതെയും എന്താണ് ഈ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ പോലും അറിയാതെ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ 0 to ഹീറോ, അതായത് ആ ഒരു 0 ലെവലിൽ തൊട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷൻസും ക്ലാസ്സസും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളുമായിട്ട് ഈ ചാനൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയാൻ പോകുന്നത്, നമുക്ക് മെയിൻ ആയിട്ടും സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെവൽ അനുസരിച്ചിട്ടാണ് സാലറി സ്കെയിൽ വരുന്നത്. അപ്പൊ 1 ഉണ്ട്, 2 ഉണ്ട്, 3, 5, 6, 7 വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സാലറി സ്കെയില് ലെവൽ വരുന്നുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ ഒന്നാമത്തെ ഒരു കാര്യം, നമുക്ക് പല രീതിയിൽ നമുക്ക് ഒരു സാലറി, ഒരു ബേസ് പേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഓരോ പോസ്റ്റ്, അതായത് CGL, CHSL, MTS, സ്റ്റെനോഗ്രാഫർ, ഓരോ ലെവലിലും നമുക്ക് കിട്ടുന്ന സാലറിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതിനു മുൻപ് തന്നെ ഓരോ ഗവൺമെന്റിന്റെ ഈ പറയുന്ന ഒരുപാട് NPS സിസ്റ്റം അതെല്ലാം കഴിഞ്ഞ് ഡിഡക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ കയ്യിലേക്ക് ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് പേ ഉണ്ടാകും. അതിൻ്റെ കൂടെ കുറച്ച് അലവൻസസ് ഉണ്ടാവും. നമുക്ക് HRA ഉണ്ടാവും, DA ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമുക്ക് അലവൻസ് ഉണ്ടാകും. അപ്പം അതിൽ നിന്ന് പിന്നെ നമുക്ക് എന്താ വരുന്നത്, ഈ നമുക്ക് NPS ഒക്കെ വഴി ചെറിയ ഇൻഷുറൻസ് ഒക്കെ വെച്ചിട്ട് കട്ടിങ് ഉണ്ടാവും, ചെറിയൊരു എമൗണ്ടേ വരുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്കാണ് ഇൻഹാൻഡ് സാലറി വരുന്നത്. ഇനി ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ലെവലിൽ കയറുകയാണ്. ഇപ്പോൾ നമ്മൾ MTS നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. MTSന് കയറുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ് 18,000 ആണ്. അത് ബേസ് പേ ആണ്. അത് എന്ത് ചെയ്യും, നമുക്ക് ഓരോ വർഷം അല്ലെങ്കിൽ 6 month ഒക്കെ കൂടുമ്പം അത് നമുക്ക് കൂടാനും ചാൻസ് ഉണ്ട്. കൂടി ചാൻസ് എന്നാൽ കൂടാറുമുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ഒന്നാണ് നമുക്ക് DA എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതായത് നമ്മളുടെ ബേസ് പേ ഇല്ലേ, ഇപ്പോൾ ഒരു 18,000 ആണ് നമ്മുടെ MTSന്റെ, അതിന്റെ 30% ടു അത് ഓരോ സിറ്റി അനുസരിച്ച് മാറും. അപ്പൊ അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാലറി DA ഒക്കെ നമുക്ക് തരുന്നത്. ഇനി അതിൻ്റെ കൂടെ ഹൗസ് അലവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് XYZ ഇങ്ങനെ 3 സിറ്റീസ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ കാറ്റഗറി വരുന്നത്. അപ്പോൾ അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെട്രോപൊളിറ്റൻ എന്താ പറയുന്ന ഏരിയാസിൽ, ലൈക്ക് നമ്മൾ ഡൽഹി, മുംബൈ പോലുള്ള ഏരിയാസിലൊക്കെ നമുക്ക് നമ്മുടെ സാലറിയുടെ 27%, അതായത് ബേസ് പേയുടെ 27% കിട്ടുന്നുണ്ട്. ഇനി Y സിറ്റീസ്, മോഡറേറ്റ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊക്കെ നമുക്ക് 18, കൊച്ചി, തിരുവനന്തപുരം ഒക്കെ പോലെയുള്ളിടത്ത് 18% ആണ് ബേസ് പേഡ്. അതായത് നിങ്ങൾക്കിപ്പോൾ എന്താണ് ഒരു 10,000 രൂപയാണ് ബേസ് പേ എങ്കിൽ അതിൻ്റെ 18% നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ലെവലനുസരിച്ച് മാറും കേട്ടോ. നമുക്ക് HRA ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്നുണ്ട്. Z സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ടൗൺസ് ആണ് കേട്ടോ. അപ്പോൾ 9% നമുക്ക് ബേസ് പേ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ ഓരോന്ന് നോക്കാം. അപ്പോൾ പിന്നെ അതിന് കൂടെ ഒരു കട TA കൂടി ഉണ്ട് കേട്ടോ. ട്രാൻസ്ഫർ അത് നമ്മുടെ സിറ്റി ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NPS ആണ്, പെൻഷൻ സ്കീം വരുന്നുണ്ട്, പിന്നെ ഇൻഷുറൻസ് സ്കീം വരുന്നുണ്ട്, പിന്നെ നമ്മളുടെ ഇൻകം ടാക്സ്, ഇതെല്ലാം കട്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻഹാൻഡിലേക്ക് കയ്യിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നോക്കുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് CGL, അതായത് ഡിഗ്രി ഗ്രാജുവേറ്റ് ലെവലിലാണ് CGL വരുന്നത്. അപ്പോൾ ഡിഗ്രിക്കാർക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മോസ്റ്റ് പ്രിവിലീജിയസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് CGL. പിന്നെ വരുന്നത് CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ, അത് ഏതാണ്, +2 ലെവലാണ്. പിന്നെ വരുന്നത് MTSും അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫറുമാണ്. അത് ഡിഫറെൻറ്റ് പോസ്റ്റാണ്, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡിഫറെൻ്റ് ആണ്. ഇനി ഞാൻ പറഞ്ഞ പോലെ എന്താണ് XYZ സിറ്റീസ് അതനുസരിച്ച് നമ്മുടെ HRAയും DA ഒക്കെ മാറുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗ്രൂപ്പ് Cയും അതുപോലെ തന്നെ ഗ്രൂപ്പ് Dയും, ഈ 2 കാറ്റഗറി വൈസ് ആയിട്ടുള്ള നമുക്ക് ഡിഫറെൻറ്റ് പേ ലെവൽസ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് നമുക്ക് ലെവൽ 8 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47,600, അതായത് 47,600 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അത് നിങ്ങളുടെ ബേസ് പേ മാത്രമാണ്. ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് വരും, നമുക്ക് DA വരും, HRA വരും,
അല്ലെ, TA വരും, ഇതെല്ലാം കൂട്ടി വരുന്നുണ്ട്. അപ്പം ഇനി അത് ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് AAO, അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് ഓഡിറ്റ്, അക്കൗണ്ട്സ് ഓഫീസർ ഒക്കെയാണ്. ഏകദേശം നമ്മളുടെ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ XYZ സിറ്റീസിന്റെ കാര്യങ്ങൾ കഴിഞ്ഞ് NPS എല്ലാം കഴിഞ്ഞ് ഡിഡക്റ്റ് ചെയ്ത് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 78-നും 85-നും ഇടയിൽ നമുക്ക് കിട്ടും. ഇനി ഭാവി ക്രമേണ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബേസ് പേ കൂടുകയാണ്. കൂടിക്കൂടി നമുക്ക് ഏകദേശം എവിടെ വരെ എത്തും, ഒരു 1 lakh എബോ വരെ നമുക്ക് ഇൻ ഹാൻഡ് സാലറി കിട്ടുന്നുണ്ട്. അതുപോലെ ലെവൽ 7 വരുന്നത് നമുക്കറിയാം അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സെൻട്രൽ, CBI, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഏരിയയിലേക്ക് നമുക്ക് ലെവൽ 7 CGLന്റെ 44 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് നമ്മളുടെ കയ്യിൽ എത്ര കിട്ടും, 73-നും 80,000 രൂപയുടെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നല്ലൊരു എമൗണ്ട് ഇൻ ഹാൻഡ് കിട്ടുന്നുണ്ട്. ലെവൽ 6 വരുന്ന പോസ്റ്റുകളാണ് അക്കൗണ്ട്സ്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ സബ് ഇൻസ്പെക്ടർ, NIA. ഇതിനൊക്കെ നമുക്ക് 35 സ്റ്റാർട്ടിംഗ് ആണ്. എവിടെ വരെ എത്തുന്നുണ്ട്, 1 lakh എബോ വരെ നമ്മുടെ കയ്യിൽ നമുക്ക് സാലറി ബേസ് പേ വരുന്നുണ്ട്. ഇനി അതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് എന്താണ് HRAയും അതുപോലെ TA ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് എത്ര രൂപ വരുന്നുണ്ട്, 63,000 മുതൽ 70,000 രൂപയുടെ ഇടയിൽ നമുക്ക് ഇൻ ഹാൻഡ് എടുക്കാൻ പറ്റും. ലെവൽ 5 29,200 മുതലാണ് സ്റ്റാർട്ടിങ്. അത് ഓഡിറ്റർ, അക്കൗണ്ടന്റ്, ജൂനിയർ അക്കൗണ്ടന്റ്, അതുപോലെ ഈ ഒരു എമൗണ്ട് നമുക്ക് എത്ര കിട്ടും, 52,000-നും 58,000 രൂപയുടെ ഇടയിലാണ് ഇൻ ഹാൻഡ് നമുക്ക് വരുന്നത്. അതുപോലെ ലെവൽ 4 നമുക്ക് വരുന്ന ടാക്സ് അസിസ്റ്റന്റ് ആണ്. 81 വരെ നമുക്ക് അത് ഇയർലി കൂടുന്നുണ്ട്. അപ്പോൾ 25 എന്ന് പറഞ്ഞാലും നമ്മുടെ കയ്യിൽ എത്ര കിട്ടുന്നുണ്ട്, 46,000-നും 52,000 രൂപയ്ക്കും ഇടയിലാണ് CGL കിട്ടുന്നത്. അപ്പോൾ ഇത്രയും നല്ല പോസ്റ്റുകളും ഉണ്ട്, വേക്കൻസീസ് ഉണ്ട്, ഇയർലി എക്സാം നടക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ അറിയാതെ പോകുന്നത് വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സെക്കൻഡ്, അതായത് നിങ്ങളൊരു +2 ലെവൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് CHSLന്റെ പോസ്റ്റിലേക്ക് പോകാം. അത് നമുക്ക് 2, 4, 5 ഇങ്ങനെ ഓരോ ലെവലിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലെവൽ 5 ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ്. 29,200 ആണ് ബേസ് പേ. അതായത് ഇനീഷ്യൽ നിങ്ങൾ കയറുമെങ്കിലും നിങ്ങളുടെ ഇൻ ഹാൻഡ് എന്ത് കിട്ടുന്നുണ്ട്, 44-നും 48 രൂപയ്ക്കും ഇടയിൽ നിങ്ങളുടെ കയ്യിൽ ആ ഒരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി നോക്കിക്കേ, PAയും അതുപോലെ SIയും ലെവൽ 4 ആണ്. 25,500 മുതൽ 81 ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് അത് ബേസ് പേ കൂടുന്നത്. ഇൻ ഹാൻഡ് 38-നും 42-നും ഇടയിൽ നമുക്കത് കിട്ടുന്നുണ്ട്. ഇനി DEO വരുന്നത് ലെവൽ 4 ആണ്. 25-നും 81-നും ഇടയിൽ ഇനീഷ്യൽ പേയ്മെന്റ് വരുന്നു. ഇൻ ഹാൻഡ് എത്രയുണ്ട്, 42 രൂപ, അതായത് 38-നും 42-നും ഇടയിലാണ് കിട്ടുന്നത്. പിന്നെ LDC വരുന്നത് ലെവൽ 2 ആണ് വരുന്നത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും JCA ഇതും ലെവൽ 2 ആണ്. 19,90 മുതൽ 63. പക്ഷേ നമ്മൾ ബേസ് പേ എന്ന് പറയുമെങ്കിലും നമ്മളുടെ കയ്യിൽ ഏകദേശം എങ്ങനെയുണ്ട്, എന്തായാലും നിങ്ങൾക്കൊരു 30-ന്റെ മുകളിലേക്ക് കിട്ടുന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം, ഏറ്റവും നമ്മൾ പറഞ്ഞ പോലെ MTS ഹവേൽദാറൊക്കെ നമുക്ക് എത്ര വരുന്നുണ്ടെന്ന് നോക്കിയേ. നമുക്ക് പേ ലെവൽ 1 വരുന്നത് കേട്ടോ, പേ ലെവൽ 1 വരുന്നത്. അപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫും അതുപോലെ ഹവേൽദാറൊക്കെ ലെവൽ 1 18,000 രൂപ മുതൽ 56,900 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അതായത് ബേസ് പേ കൂടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഏറ്റവും TA അതുപോലെ DA പിന്നെ ഡിഡക്ഷൻസ്, പെൻഷൻ സ്കീം അതെല്ലാം കഴിഞ്ഞ് ഇൻ ഹാൻഡ് നമ്മുടെ കയ്യിൽ ഒരു 27-നും 31-ന്റെയും ഇടയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ട്, നമ്മുടെ സ്റ്റെനോഗ്രാഫർ ഉണ്ട്. സ്റ്റെനോഗ്രാഫറിൽ നമുക്ക് നോക്കിക്കേ, നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റെനോഗ്രാഫർ Cയും Dയും വരുന്നുണ്ട്. 6 ലെവലിലും 7th ലെവലിലും വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് എത്രയാണ്, 35 ബേസ് പേ സ്റ്റാർട്ടിംഗ് ആണ്. ഇൻ ഹാൻഡ് 63 മുതൽ 78 വരെ വരുന്നുണ്ട്. സ്റ്റെനോഗ്രാഫറിൻ്റെ D വരുന്നത് ലെവൽ 4ഉം 5ഉം ആണ്, അതായത് 25. അതുപോലെ സ്റ്റാർട്ടിംഗ് ഉണ്ട് 47. അതുപോലെ തന്നെ എന്താണ് 53-നും ഇടയിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളോട് ഞാൻ പറയട്ടെ. നമുക്ക് മെയിനായിട്ടും ഇപ്പോൾ SSC എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്, തുടക്കക്കാരാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് നിങ്ങൾക്ക് 10th ആണ്, +2 ആണ്, ഡിഗ്രി ആണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു 1 ഇയർ നല്ലപോലെ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, സ്മാർട്ട് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കാണിച്ചിരിക്കുന്ന എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു വർഷത്തിനുള്ളിൽ എന്താക്കാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടാനും നിങ്ങളുടെ ലൈഫ് സെറ്റ്. ഇതിന് പുറമെ നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം, അതുപോലെ ഇയർലി ട്രിപ്പ് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് SSCയുടെ കേന്ദ്ര ഗവൺമെൻറ് ജോലിയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് 1 മുതൽ പഠിച്ചു തുടങ്ങാനായിട്ട് AZB അക്കാഡമി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു അച്ചീവർ ബാച്ച് ലോഞ്ച് ചെയ്യാണ്. ഞങ്ങൾ പറയുന്നില്ല ഒരു 5 മാസം കൊണ്ട് 6 മാസം എന്ന് പറയുന്നില്ല, ഒരു 1 ഇയർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട്, നമുക്ക് ടയർ 1 ഉണ്ടാവും, ടയർ 2 ഉണ്ടാവും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ സെറ്റാക്കാം. അതായത് നിങ്ങൾ പ്രൈവറ്റ് ജോബിനെ കൂട്ടല്ല, എന്തായാലും നമുക്ക് ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ പോയിട്ട് ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു കോഴ്സ് സെർച്ച് ചെയ്ത് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ 1 ഇയറിലേക്ക് നമുക്ക് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 6000 രൂപയാണ് ഇപ്പോൾ നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച ക്ലാസ്, എക്സാംസ്, മോക്ക് ടെസ്റ്റ്, സെക്ഷൻ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലൈവ് ക്ലാസ്സസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.